ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മന്ത്രങ്ങൾ ആ ബ്രഹ്മ കീടജനനി വർണ്ണാശ്രമ വിധായിനി എന്നുള്ളവയാണ്. ഈ പ്രപഞ്ച സൃഷ്ടി എല്ലാം ദേവീമയമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരവരുടെ കർമ്മഫലം അനുസരിച്ച് ഓരോരുത്തർക്ക് ജന്മം കിട്ടുന്നു. ആ ജന്മത്തിലൂടെ അവർ കർമ്മങ്ങളിലൂടെയും ശരിയായ ധർമാചരണത്തിലൂടെയും ചിത്തശുദ്ധി നേടുന്നു. മുക്തിക്കുള്ള ഒരു ഉപായമാണിത് എന്നൊക്കെ ചുരുക്കത്തിൽ കണ്ടു. ആ ബ്രഹ്മകീടജനനി ആ അതേ കാര്യങ്ങളെയാണ് ഇപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ട് പോകുന്നത് ലളിതാ സഹസ്രനാമത്തിൽ. ആ ബ്രഹ്മകീടജനനി, ബ്രഹ്മാവ് മുതൽക്ക് കീടങ്ങൾ വരെ ജനിപ്പിക്കുന്നവൾ. ഇത് മാതൃത്വത്തെ ഒന്നും കൂടി പറയുന്ന ഒരു നാമമാണ് ജനനി എന്നുള്ളത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ പല നാമങ്ങളും മാത, അംബിക, ഐ, ജഗദ്ധാത്രി, ജഗജ്ജനനി, പ്രസു, വേദാദി ജഗത് പ്രസു, അംബിക എന്നൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ അമ്മ എന്നുള്ള വാക്കിൻ്റെ സംസ്കൃത വാചകങ്ങളാണ്. അപ്പോൾ ബ്രഹ്മാവ് മുതൽക്ക് ഏറ്റവും ചെറിയ ജീവജാലം വരെ ദേവിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആയുർവേദത്തിൽ കകേരുകം അകേരുകം എന്ന് പറയും. അതാണ് ഏറ്റവും ചെറിയ ജീവികൾ. അണുപ്രമാണം പോലും ഇല്ല. ഏറ്റവും ചെറിയ പ്രമാണം ഏതാ വെച്ചാൽ അതാണ് അതിലുള്ളത്. അപ്പോൾ കകേരുകം അകേരുകാദി ഭാസ്കരരായരുടെ വ്യാഖ്യാനത്തിൽ ഈ രണ്ട് പേരുകളും പറയുന്നു. കകേരുകം അകേരുകാദികളായിട്ടുള്ള ചെറിയ ജീവികൾ മുതൽക്ക് ഈ പ്രപഞ്ച നിർമ്മാതാവായ ബ്രഹ്മാവ് പര്യന്തം ദേവിയാണ് സൃഷ്ടിച്ചത്. ആ ബ്രഹ്മ കീട പ്രസവിച്ചവൾ, ജനനി എന്ന് വെച്ചാൽ പ്രസവിച്ചവൾ എന്നർത്ഥം. ആ വാക്കാണ് ആ ബ്രഹ്മ കീടജനനി എന്നുള്ള ഈ മന്ത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും സൃഷ്ടിച്ചു, അങ്ങനെ പോകുന്ന പോലെ പോട്ടെ എന്ന് വിട്ടു എന്നില്ല എന്നർത്ഥം. വർണ്ണ ആശ്രമ വിധായിനി, ചാതുർവർണ്ണങ്ങൾ പറയുന്നു. ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ. അതുപോലെ ആശ്രമങ്ങൾ 4 പറയുന്നു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അത് കഴിഞ്ഞിട്ട് അതിവർണ്ണങ്ങൾ. അവധൂതന്മാർക്ക് ഈ 4 വർണ്ണത്തിലുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കാത്തവരാണ്. അതുകൊണ്ട് ഈ വർണ്ണങ്ങളെ സൃഷ്ടിച്ചു, ആശ്രമങ്ങളെ സ്ഥാപിച്ചു. അതിലൂടെ ഓരോ ജീവജാലവും അവരവരുടെ മുക്തിമാർഗത്തിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. ഇതിനെപ്പറ്റിയിട്ട് ഒരുപാട് തർക്കങ്ങളുണ്ട്. ജാതി വ്യവസ്ഥ ശരിയല്ല, ആശ്രമ വ്യവസ്ഥകൾ ശരിയല്ല എന്നൊക്കെ തർക്കിക്കുന്നവരുണ്ട്. അതിൻ്റെ ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. തപസ്സും സന്ധ്യാവന്ദനാദികളും ശമം, ദമം മുതലായവകളും ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, ഈ സമൂഹത്തിനൊരു മാതൃകാപരമായിട്ട് ജീവിക്കേണ്ടവരായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് ബ്രാഹ്മണർ. തേജക്ഷമ ധൃതിശൗചം അദ്രോഹോ നാതിമാനിത. അതുപോലെ യുദ്ധത്തിൽ തേജസ്സും വീര്യവും ക്ഷാത്രബലവും ശരീരബലവും, യുദ്ധത്തിൽ പേടിക്കാതിരിക്കുന്ന സ്വഭാവവും, ദേശസംരക്ഷണവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ക്ഷത്രിയന്മാർ. കൃഷി, ഗോക്കളെ സംരക്ഷിക്കുക, ധനധാന്യാദികളൊക്കെ സംരക്ഷിക്കുക, വാണിജ്യം ചെയ്യുക, കച്ചവടം ചെയ്യുക, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നവരാണ് വൈശ്യന്മാർ. പരിചരണം മുതലായ കർമ്മങ്ങളിൽ തൽപരരും അതിൽ സന്തോഷിക്കുന്നവരുമാണ് ശൂദ്രന്മാർ എന്നൊക്കെ വർണ്ണ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിൻ്റെ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഈ വർണ്ണവ്യവസ്ഥ. അതുപോലെ കുട്ടിക്കാലത്ത് പഠിക്കുക,
കുട്ടിക്കാലത്ത് പഠിച്ചാലേ ഓർമ്മയുണ്ടാവുള്ളൂ. അവർക്ക് വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാര്യം ഹൃദിസ്ഥമാക്കണമെങ്കിൽ ശൈശവ ദശയിലാണ് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു 45 വയസ്സ് 50 വയസ്സായ ആൾക്കാർ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ നോക്കിയാൽ അവർക്ക് അനവധി ഉത്തരവാദിത്തങ്ങളുണ്ടാകും. അവരുടെ മനസ്സിലത് കയറില്ല. നമ്മുടെ സ്വതവേ ഉള്ള ശരീര നിയമം അനുസരിച്ചിട്ട് കുട്ടിക്കാലത്താണ് ഏറ്റവും നന്നായിട്ട് ഒരു കാര്യം ഗ്രഹിക്കാൻ സാധിക്കുക. കുറേ കഴിഞ്ഞാൽ അത് സാധിക്കില്ല. അപ്പോൾ ശൈശവ ദശയിൽ ബ്രഹ്മചര്യം, അതുപോലെ ശാസ്ത്ര പഠനം, ഐഹിക വ്യവഹാരത്തിന് ആവശ്യമുള്ള അപരാവിദ്യകളിൽ നമുക്ക് എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ പഠിക്കുക. ഇതൊക്കെയാണ് ബ്രഹ്മചര്യ ആശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ധർമ്മമൊക്കെ അറിഞ്ഞും കൊണ്ട്, എന്നിട്ടും എനിക്ക് ആത്മവിചാരം അല്ലെങ്കിൽ ഞാൻ എന്നെ അറിയാനുള്ള വേണ്ടത്ര ചിത്തശുദ്ധി ഇല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചും കൊണ്ട് അതിൻ്റെ ധർമ്മങ്ങളെ പാലിച്ചും കൊണ്ട് ജീവിക്കുക. അതിലൂടെ പക്വത നേടി ഈ പ്രാപഞ്ചിക വിഷയങ്ങളും പ്രാപഞ്ചിക സുഖങ്ങളും ഒരിക്കലും ശാശ്വതമല്ല. ഈശ്വരപ്രാപ്തിയാണ് പരമോന്നത പദം. അതിലൂടെ മാത്രമേ നമുക്ക് ശാശ്വത ആനന്ദം കിട്ടുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ ഈ വീട് കുടുംബം ഇങ്ങനെയുള്ള പാശങ്ങളിൽ നിന്ന് മുക്തനായി വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു. പിന്നെ സുഖം ദുഃഖം ത്യാജ്യം ഗ്രാഹ്യം സങ്കല്പരഹിതനായിട്ട് സങ്കല്പനായിട്ടുള്ള സന്യാസ ആശ്രമത്തെ സ്വീകരിക്കുന്നു. ആ സന്യാസ ആശ്രമ ധർമ്മം പാലിക്കുന്നതുകൊണ്ട് ത്യാഗശീലമാണ് സന്യാസ ആശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. ഒന്നും തന്നെ അവർ തനിക്ക് വേണ്ടി ഭുജിക്കുന്നില്ല. എല്ലാം വേണ്ട അളവിൽ മാത്രം എടുത്തുകൊണ്ട് അതിനെ സ്വീകരിച്ചും കൊണ്ടുള്ള സന്യാസത്തിലൂടെ ത്യാഗൈൻ ഏകൈ അമൃതത്വമാനശു, അവർ ഈ മൃതത്വത്തിൽ നിന്നും ഈ മരണത്തിൽ നിന്നും വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, വീണ്ടും ദുഃഖിക്കുക, വീണ്ടും ഒരു അമ്മയുടെ കുക്ഷയിൽ കിടക്കുക, മലമൂത്രാദികളിലൊക്കെ അതിൽ കിടക്കുക, വീണ്ടും പാൽ കുടിക്കുക, രോഗം ബാധിക്കുക, പിന്നെ കൗമാരത്തിൽ സുഖലോലുപരായിട്ട് ജീവിക്കുക, പിന്നെ വാർദ്ധക്യം പ്രാപിക്കുക, നടക്കാൻ വയ്യാണ്ടാവുക, സംസാരിക്കാൻ വയ്യാണ്ടാവുക. ഇങ്ങനെയുള്ള സംസാര ദുഃഖങ്ങളിൽ നിന്നും ജന്മമൃത്യു ജരാ വ്യാധി ദുഃഖം ഇതിലൊക്കെ ദോഷം ദർശിക്കുന്നവരായിട്ട് സന്യാസികളായിട്ട് നിന്നും കൊണ്ട് അവർ ഈ പ്രപഞ്ച സത്യത്തെ അവനവനിലുള്ള ഞാനും ഈശ്വരനും ഒന്ന്, ജീവനും ഈശ്വരനും അഭേദമാണ് എന്നുള്ള ബോധത്തിൽ തുര്യാതീതന്മാരായിട്ടും തുര്യാവസ്ഥയെ പ്രാപിക്കുന്നവരായിട്ടും അവർ ജീവിക്കുക. ഇങ്ങനെയുള്ള ധർമ്മവിധായിനിയാണ് ദേവി. ആ ബ്രഹ്മകീടജനനി ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് മാത്രമല്ല, വർണ്ണങ്ങളിലൂടെയും ആശ്രമങ്ങളിലൂടെയും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ബ്രഹ്മചര്യ ഗൃഹസ്ഥ വാനപ്രസ്ഥ സന്യാസ നിയമങ്ങളിലൂടെ എല്ലാവരെയും ദേവി പരിപാലിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ വളരെ സാമാന്യമായിട്ടുള്ള അർത്ഥം.